കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനാചരണവും സ്നേഹാദരവ് സമർപ്പണവും സംഘടിപ്പിച്ചു. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷവും സ്നേഹാദരവ് സമർപ്പണവും കേരള ഹെൽത്ത് സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും കൊല്ലം ജില്ലാ TB ഓഫീസറും ആയ ഡോക്ടർ സാജൻ മാത്യൂസ് M ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഡോക്ടേഴ്സ് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചടങ്ങ്, പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് പ്ലാൻ ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്ത സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിനോടുള്ള സ്നേഹവും ബഹുമാനവും ആദ്യമേ അറിയിക്കട്ടെ. സ്വാഗത പ്രസംഗൻ പറഞ്ഞതുപോലെ കൂണുകൾ പോലെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടതള്ളപ്പെടുന്ന അച്ഛനമ്മമാരുടെ എണ്ണം കൂടി വരികയും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ കാലാവസ്ഥയാണ് നമുക്ക് ചുറ്റുമുള്ളത്. കാലഘട്ടത്തിൻ്റെതായ ഒരു വ്യതിയാനമുണ്ട്. ഒപ്പം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും മറ്റ് ശാസ്ത്ര പദ്ധതികളുടെയുമൊക്കെ വിജയകരമായ പാതയിലൂടെയാണ് നിങ്ങളുടെ ആരോഗ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവും കൂടി നിങ്ങൾക്കുണ്ടെന്നാണ് എൻ്റെ കരുതുന്നത്. ഇന്ന് ഒരാശുപത്രിയെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അതെന്തസുഖവുമാകട്ടെ, അവൻ ജീവനോടെ മടങ്ങി വീട്ടിലേക്ക് വരണമെന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെയാണ് ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന രോഗികളുടെ കൂടെ എത്താറുള്ളത്. മരണം അവർ ഒരു കാരണവശാലും പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ ആലങ്കാരികമായി പറയാറുണ്ട്, കൺകണ്ട ദൈവമാണ് ഡോക്ടർമാർ എന്ന് പറയുമെങ്കിലും ചിലപ്പോഴെങ്കിലും ശാസ്ത്രവും വ്യക്തികളായ ഡോക്ടർമാരും പരാജയപ്പെടാറുണ്ട്. അവിടെ ഒഴിവാക്കാനാകാത്ത അനിവാര്യമായ ഒരു ഘടകമാണ് മരണമെന്ന് പറയുന്നത്. ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നിലനിൽക്കുന്നൊരു സാമൂഹ്യ സാഹചര്യം എന്നത് പല വീടുകളിൽ 1-2 കുട്ടികളാണ് ഉള്ളത്. അവരൊക്കെ തന്നെ ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ജോലി ചെയ്യാനായിട്ട് തയ്യാറുള്ളവരുമല്ല. പല വീടുകളിലും കുടുംബസമേതം അവരൊക്കെ വിദേശത്താണ്. ചിലരൊക്കെ ഇവിടെ ജീവിതായോധനത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. നിങ്ങളിൽ പലരും പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്തപ്പെട്ടവരാണ്. ആ കാരണങ്ങളിൽ സാമ്പത്തിക, സാമൂഹിക, കുടുംബപരമായ വ്യക്തിബന്ധങ്ങളുടേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ട്. ഫലത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടലും അതിന് ഒരു നിവൃത്തി ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഒരു സംവിധാനത്തിനും കഴിയാതിരിക്കുകയും, അതേസമയം ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ പോലെ, അച്ഛനമ്മമാരെ പോലെ, സഹോദരങ്ങളെപ്പോലെ ചേർത്ത് പിടിക്കുന്ന കരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നത് ആണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഒരു മഹിമയെന്ന് പറയുന്നത്. സൂചിപ്പിച്ചതുപോലെ ബിധാൻ ചന്ദ്ര റോയ് എന്ന BC റോയ് ഡോക്ടറിൻ്റെ ജന്മദിനവും മരണദിനവും കൂടിയാണ് ഈ ജൂലൈ 1 തീയതി എല്ലാ വർഷവും ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കാനുള്ള പ്രധാന കാരണം. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് അദ്ദേഹം വിദേശ വിദ്യാഭ്യാസം, UK-യിലായിരുന്നു വിദേശ വിദ്യാഭ്യാസം. MRCP, FRCS എന്നൊക്കെ പറയുന്ന ഡിഗ്രികൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ 2 എണ്ണവുമൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ഈ 2 ഡിഗ്രികളും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു ഈ ബിധാൻ ചന്ദ്ര റോയ് എന്ന BC റോയ്. അദ്ദേഹം ഗാന്ധിജിയുടെ ഭിഷഗ്വരനായിരുന്നു. ഒരുപാട് ജനങ്ങളെ സൗജന്യമായി ചികിത്സിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പലപ്പോഴും അദ്ദേഹത്തിന് തത്വശാസ്ത്രപരമായ വിശകലനങ്ങളും വേണ്ടിയിട്ട് BC റോയെ
സമീപിക്കുകയും BC റോയി അതിന് തക്കതായ മറുപടി പറയുകയും BC റോയി ഗാന്ധിയുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ കർമ്മപഥത്തിൽ ബംഗാളിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ആദ്യത്തെ ഡോക്ടറായ മുഖ്യമന്ത്രി. രാവിലെ മുഖ്യമന്ത്രിയുടെ ജോലിയും ചെയ്ത് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഒരല്പം നേരം വിശ്രമിച്ച് ഏകദേശം 3 മണിയോടുകൂടി അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. അങ്ങനെ ഇഹലോകവാസം വെടിയുകയാണ് ഉണ്ടായത്. ഇന്ത്യയിലെ പ്രശസ്തമായ സംഘടനകളായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇപ്പോഴതിൻ്റെ പേര് മാറി, പല പ്രസിദ്ധീകരണങ്ങൾ, പല പല സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനെന്ന നിലയിൽ ആ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ BC റോയിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് N. ശ്രീകണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ജൂലൈ മാസം 1. പ്രത്യേകത നമുക്കിപ്പോൾ അറിയാം, നാഷണൽ ഡോക്ടേഴ്സ് ഡേ. ഇങ്ങനൊരു ദിവസം തിരഞ്ഞെടുക്കുവാനുണ്ടായ കാരണവും ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ കൽക്കട്ടയിലെ, പശ്ചിമ ബംഗാളിലെ, ശരിക്കും പറഞ്ഞാൽ രാജകുടുംബ അംഗമായി ജനിച്ച രാജേന്ദ്ര റോയിയുടെ പുത്രനായി ബിധൻ ചന്ദ്ര റോയ് 1882 ജൂലൈ മാസം 1-ാം തീയതിയാണ് ജന്മം എടുത്തത്. അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാകുന്ന ഡോക്ടർ, പശ്ചിമ ബംഗാളിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഡോക്ടർ എന്ന പദവി വഹിച്ച വ്യക്തിയാണ്. ഒരു സാധാരണ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഡോക്ടർമാർ അനുഷ്ഠിക്കുന്ന സേവനങ്ങളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്ടേഴ്സ് ഡേ ഇന്ത്യയിൽ ആചരിക്കുന്നത്. യാദൃച്ഛികമെന്ന് പറയാം, ജൂലൈ 1 അദ്ദേഹത്തിൻ്റെ ജന്മദിനവും അതുപോലെ ചരമദിനവും ആയത് തികച്ചും യാദൃച്ഛികമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് ഡേ ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നുണ്ട്. അത് മറ്റ് പല ദിവസങ്ങളിലും ആണ്. ഇന്ത്യക്കാണ് ഈ ജൂലൈ 1. അപ്പോൾ ഇദ്ദേഹത്തിന് 1962 അദ്ദേഹം മരിക്കുന്നത്. ആ വർഷത്തിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതരത്ന അവാർഡ് നൽകി ഭാരതം അദ്ദേഹത്തെ അനുമോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് ഡോക്ടർമാരുടേതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ചിലപ്പോൾ ഈ അടുത്ത കാലത്തുകൊണ്ട് ഒരു വാർത്ത ഞാൻ പറഞ്ഞോട്ട് അതിലേക്ക് വരാം. കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ കോടതിയുടെ തീരുമാനപ്രകാരം അരമണിക്കൂർ പഠന സമയം കൂട്ടണം എന്നൊരാവശ്യം ഉയർന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട അധ്യാപകർ, പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ചുമതലപ്പെട്ട അധ്യാപകർ, ഏകദേശം 70-80% പേരും അതിനെ എതിർത്ത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ആ സമയത്താണ് നമ്മൾ ഈ ഡോക്ടേഴ്സിൻ്റെ സേവനം, ചിലപ്പോൾ 24 മണിക്കൂറും, ഡോക്ടർമാർ മാത്രമല്ല കേട്ടോ, മെഡിക്കൽ സ്റ്റാഫ് വന്നടങ്കം സിസ്റ്റേഴ്സും ഒക്കെ 24 മണിക്കൂറും ചിലപ്പോൾ അതിൽ കൂടുതൽ സമയവും കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടി വരും, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം പറയാം. എനിക്ക് 2007 ഒരു അറ്റാക്ക് വന്ന് എന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്തു. അവിടെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ആൻജിയോഗ്രാം ശേഷം അവിടെ വെച്ച് തന്നെ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു 7ഓളം ബ്ലോക്കുകളുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കളും എൻ്റെ ഒരു ബ്രദറുമാണ്. അദ്ദേഹം അവരോട് ചോദിച്ചു, ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള തയ്യാറുണ്ടോ? അപ്പോൾ അവർ പരസ്പരം നോക്കി. പൈസ എത്രയാകുമെന്നറിയില്ല, ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണെങ്കിലും പൈസ അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞത്, എനിക്ക് ആവശ്യം രോഗിയുടെ ജീവൻ രക്ഷിക്കലാണ്. നിങ്ങൾ ചിന്തിക്കുന്നതും പൈസ അടയ്ക്കുന്നതൊക്കെ പിന്നീട് മതി. ഞാനെന്തായാലും
സ്റ്റെൻറ്റ് ഇടാനുള്ള നടപടിയിലേക്ക് പോവുകയാണ്, നിങ്ങൾ തീരുമാനിച്ചു പിന്നെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര സ്റ്റെൻറ്റ് ഇടണമെന്നൊരു തീരുമാനം എൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പറയുന്നതിന് മുമ്പ് തന്നെ 3 സ്റ്റെൻറ്റിൻ്റെ അത് ഇടുന്ന പണി തീർന്നു. 3ാമത്തെ സ്റ്റെൻറ്റിൻ്റെ ഒരു ബെൻഡിലായതുകൊണ്ട് കുറച്ച് ദുർഘടമായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ പേഷ്യൻ്റായ എൻ്റെ നെറ്റിയിലിങ്ങനെ തടവിയിട്ട് പറഞ്ഞു, കുറച്ച് കടന്നുപോയി അല്ലയോ എന്ന്. സത്യത്തിൽ ഞാനൊരു ഈശ്വരവിശ്വാസി അല്ല. പക്ഷെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ മുന്നിൽ ഈശ്വരനാണ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം പിന്നീട് 2 തവണ കൂടെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാവുകയും പിന്നെയും 3 സ്റ്റെൻറ്റുകൾ മെഡിക്കൽ കോളേജിൽ ആ ഡോക്ടർ തന്നെ, ഒരു പക്ഷേ സാറിനറിയാൻ പറ്റും, ജോർജ് കോശി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, റിട്ടയർ ചെയ്തു, സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് ഈ അടുത്ത ദിവസം നമ്മൾ കേട്ടൊരു വാർത്ത ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്, അല്ലെങ്കിൽ ഈ ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സിൻ്റെ സമയം ഞാൻ അപഹരിക്കില്ലായിരുന്നു. ഇവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ യൂറോളജിയിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ ആ സംഭവം അത് കേട്ടിട്ട് ഏതാനും മേധാവികൾ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, അവരൊരിക്കൽ പോലും ഒരു രോഗിയുടെ കൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലോ പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ വളരെ അടുത്ത കാലത്ത് പ്രവർത്തനം ആരംഭിച്ച പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോലും ഈ അടുത്ത സമയങ്ങളിൽ പോലും ഒരു ചെറിയ ഓപ്പറേഷൻ വേണമെങ്കിലും അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും പേഷ്യൻറ്റിൻ്റെ ബന്ധുക്കൾ വാങ്ങിച്ചു കൊടുത്തെങ്കിലേ നടക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പിലെ ആളുകൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കഷ്ടമെന്നേ പറയാനുള്ളൂ. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിൽ ദുരിതപൂർണമായ, നേരത്തെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ചെറിയ അബദ്ധങ്ങൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരുന്ന, പഴി കേൾക്കേണ്ടി വരുന്ന ഡോക്ടർമാർ. അത് പറയുമ്പോൾ ഇന്നത്തെ വാർത്തയിൽ 2 ചികിത്സാ പിഴവിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കേസ് കൊടുത്തിട്ടുണ്ട്, 2 ജീവൻ നഷ്ടപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ വളരെ ചെറിയ ഈ ഡോക്ടർമാരുടെ വിശാലമായ ഈ അംഗങ്ങൾക്കിടയിൽ ഒരു 10% താഴെ പുഴുക്കുത്തുകൾ ഉണ്ടായേക്കാം, ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു 10% അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും, അധ്യാപകരായാലും പോലീസുകാരായാലും വ്യാപാരികളായാലും അങ്ങനെ ഏത് മേഖല എടുത്താലും, മന്ത്രിമാരായാലും രാഷ്ട്രീയക്കാരായാലും ഒക്കെ ഈ പുഴുക്കുത്തുകൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു പരിച്ഛേദം മാത്രമാണ് ഡോക്ടർമാർക്കിടയിലുള്ളത്. അപ്പോൾ ഇത് ചർച്ച ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കോട്ടാത്തല ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്, ഡോക്ടർമാരുടെ ദിനം. നമുക്ക് ഓരോന്നിനും ഓരോ ദിനങ്ങൾ കൊണ്ട് സന്തോഷിക്കുവാനും സങ്കടപ്പെടുവാനും കഴിയും. മാതൃദിനത്തിൽ മാത്രം അമ്മയോടൊപ്പം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒട്ടനവധിയായ ആളുകൾ നമുക്കൊപ്പമുണ്ട്. അച്ഛൻ്റെ പിതൃദിനത്തിലും അത്തരത്തിൽ ഫോട്ടോ ഇടാറുണ്ട്. അവരൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇത്തരം അഭയകേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും അവിടേക്കെല്ലാം ഈ അച്ഛനെയും അമ്മയും ഒക്കെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതും. എന്നാൽ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി, അത്തരം ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കൂടി ഈ ഡോക്ടർമാർക്കൊപ്പം സന്തോഷിക്കുവാൻ കിട്ടുന്ന ഒരു സന്തോഷ ദിനം, ഡോക്ടേഴ്സ് ദിനം, അത് ഇന്ന് ഏറ്റവും പ്രമുഖരായ 4 ഡോക്ടർമാരെ ആദരിച്ചുകൊണ്ട് നമ്മൾ ഈ സമുദ്രതീരത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സമുദ്രതീരം പ്രവർത്തനം തുടങ്ങി 5 വർഷം എത്തിയിരിക്കുകയാണ്. 5 വർഷക്കാലം കൊണ്ട് ഇപ്പോൾ ഇവിടെ 42 അച്ഛനമ്മമാരുണ്ട്. 300-ലധികം അപേക്ഷകൾ ഞാൻ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത്തരം മാതൃദിനങ്ങളിലും പിതൃദിനത്തിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നവർ പോലും ഇവിടെ കൊണ്ടുവന്ന് അപേക്ഷ നൽകിയത് 300-ലധികം അപേക്ഷകളാണ്. ആ അപേക്ഷകളെല്ലാം ഇവിടെ പരിശോധിച്ചു, ചിലരെ ഇവിടെ കൊണ്ടുവന്നു പാർപ്പിച്ചു. ഇവിടെ പാർപ്പിച്ചതിന് ശേഷം വേണ്ടുന്ന നിയമ പോരാട്ടങ്ങൾ റുവൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. പോലീസിനെ ഉപയോഗിച്ചും അഭിഭാഷകരെ ഉപയോഗിച്ചും മറ്റ് സംവിധാനങ്ങളുമൊക്കെയായി മധ്യസ്ഥ ചർച്ചകളുമൊക്കെ നടത്തി ഇവരെല്ലാം സ്വന്തം വീടുകളിൽ പാർപ്പിക്കാനുള്ള
സൗകര്യമാണ് ഈ സമുദ്രതീരം ഇതുവരെ നടപ്പാക്കിയത്. ഈ അങ്ങനെ വന്നിട്ടുള്ളതെല്ലാം നല്ല സമ്പത്തുള്ളവരായിരുന്നു. ആ സമ്പത്തുള്ളവരെയൊക്കെ എന്തുകൊണ്ട് അവരുടെ ആ സമൃദ്ധിയിൽ തന്നെ താമസിക്കുവാൻ കഴിയാതെ വരുന്നു എന്ന ചിന്തയാണ് അത്തരം ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമൊക്കെ ഇട നൽകിക്കൊണ്ട് നിയമ പോരാട്ടങ്ങളിൽ കൂടിയും അവരുടെയൊക്കെ വീടുകളിൽ താമസിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിയത്. അവിടെ ഒരുക്കിയപ്പോൾ അവരെ അവിടെ തിരിച്ചുകൊണ്ട് വിട്ടതല്ല. ആഴ്ചയിലൊരിക്കൽ 2 ആഴ്ച കൂടുമ്പോൾ ഇവിടുത്തെ പ്രതിനിധികൾ ഇവരെല്ലാം ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കാറുണ്ട്. അതിലാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരുവാനുള്ള സൗകര്യം കൂടി ഇവിടെ ഒരുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും വരുവാൻ തയ്യാറായിട്ടില്ല. കാരണം അവരെല്ലാം ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്കെപ്പോഴും ആവശ്യമാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ നിയമത്തെപ്പറ്റി ബോധവൽക്കരിച്ചപ്പോൾ പലരും സ്വന്തം അച്ഛനെയും അമ്മയെയും അമ്മായിയമ്മയെയും അമ്മായിപ്പനെയും ഒക്കെ സംരക്ഷിക്കാൻ തയ്യാറായി എന്നതാണ് പരമമായ സത്യം. പിന്നെ ഇവിടെയുള്ളതും ഈ കുടുംബത്തിലെ അംഗങ്ങളായി മാറി പല കാരണങ്ങളുണ്ടാവാം. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ടാകും. ഇവിടെ റിട്ടയേർഡ് പ്രഥമാധ്യാപിക വരെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ നിലയിൽ ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ആ കഥകൾ കേൾക്കാനായി കൊച്ചു പിള്ളേർ മക്കൾമാർ ഈ വിദ്യാലയങ്ങളിലെ മക്കൾമാരൊക്കെ ഇവിടെ കടന്നു വരും. അവരുടെ പിറന്നാൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും, മറ്റു വിശേഷങ്ങളിൽ ഇവിടേക്ക് എത്തും. ഒന്നിച്ച് കുട്ടികൾ പലഹാരങ്ങളുമായി അല്ലെങ്കിൽ അവർ ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി എത്താറുണ്ട്. അവരെത്തുമ്പോൾ ഇവിടെ വന്നിട്ട് കലാപരിപാടികൾ നടത്തും. ഡാൻസും നാടകവും പാട്ടുമൊക്കെ നടത്തിയിട്ട് ഓരോരുത്തരുടെയും അടുത്ത് പോയിരുന്ന് വർത്തമാനം പറയും. അതുതന്നെയാണ് ഇവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്തോഷം. ഇച്ചിരി വർത്തമാനം പറയുവാൻ ആരെങ്കിലുമൊക്കെ പറയുവാനും അതൊക്കെ കേൾക്കുവാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷം. ഏറ്റവും തിരക്കുള്ള ഡോക്ടർമാർ നമുക്കൊപ്പം ഇരിക്കുമ്പോൾ ഇവർക്കും പക്ഷേ ഒരുപാട് വിഷമങ്ങൾ പറയുവാനുണ്ടാവും. ഈ പറയുവാനുള്ള വിഷമങ്ങൾ ആരെങ്കിലുമൊക്കെ കേൾക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ഈ തിരക്ക് പിടിച്ച ലോകത്ത് നമ്മളും ഒറ്റപ്പെട്ട് പോയ വീടുകളിൽ പോലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപക്ഷെ പ്രായമായവർ ഒരുപാട് പ്രായമായില്ലെങ്കിൽ കൂടി സർക്കാർ സർവീസിൽ നിന്നും സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നവർ റിട്ടയർമെൻറ്റിന് ശേഷം വീടുകളിലെത്തി ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവിടെ ചിലപ്പോൾ മക്കൾ കാണും, മരുമക്കൾ കാണും, കൊച്ചുമക്കൾ കാണും. അവരോടൊന്നും വർത്തമാനം പറയുവാൻ അവർക്കും താല്പര്യമില്ല, ഇവർക്കും താല്പര്യമില്ലാത്ത തരത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇത്തരം അഭയകേന്ദ്രങ്ങളുടെ എണ്ണം കൂടി വരും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 987 അഭയകേന്ദ്രങ്ങൾ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. അവിടെ എല്ലാം കൂടിയായി 100,000-ലധികം ആളുകൾ താമസിച്ചു വരികയാണ്. അംഗീകൃതമായിട്ടാണ് 987 അഭയകേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ പറയും ഇത്തരം അഭയകേന്ദ്രങ്ങളുടെ എണ്ണം കൂടി വരുമ്പോൾ റോവൽ സിംഗ് എന്തിന് ഇങ്ങനൊരു അഭയകേന്ദ്രം തുടങ്ങി എന്നൊരു ഉത്തരവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കാം. റോവൽ സിംഗ് ഈ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. പഞ്ചായത്ത് നൽകിയ കല്ലുവാതിക്കൽ ഗ്രാമപഞ്ചായത്ത് നൽകിയ ഒരു വീടാണ് ഈ വീട്. ആ പഞ്ചായത്തിൽ നിന്നും കിട്ടിയ ചെറിയ ഇതും റോവൽ സിംഗും അമ്മയും എല്ലാം കൂടി ഈ പ്രദേശം മുഴുവൻ പാറ നിറഞ്ഞ പ്രദേശം, ഇവിടെ പാറയിൽ ഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. ആ പാറയിൽ മെറ്റലടിക്കാൻ പോയിരുന്ന ഒരു ബാല്യകാലം ഇവർക്കുണ്ടായിരുന്നു. അമ്മ കശുവണ്ടി തൊഴിലാളിയാണെങ്കിലും കശുവണ്ടി ഫാക്ടറിയിൽ നിന്നും വന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം ചുറ്റുകയും എടുത്തുകൊണ്ട് പാറമടയിൽ പോയി പാറ അടിച്ചു കൂട്ടുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ റോവൽ സിംഗും മെറ്റലടിക്കാൻ പോയി. അവിടെ നിന്നും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മറുനാടുകളിൽ ജോലി അന്വേഷിച്ച് പോയി. ഒരുപാട് തൊഴിൽ ചെയ്ത ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തി ഓട്ടോ ഡ്രൈവറായി ഫാം നടത്തി ഒട്ടനവധിയായ ജോലികൾ ചെയ്തിട്ടും രക്ഷപ്പെട്ടില്ല. ഒടുവിൽ അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് കടന്നു. മറുനാടുകളിൽ പോയി പണിയെടുത്ത് പഠിച്ചതിൻ്റെ അനുഭവ സമ്പത്ത് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ പക്ഷേ അദ്ദേഹത്തിന് തിളങ്ങാനായി. ഇപ്പോഴും 10-40 സൈറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അമ്മ ഇവിടെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. അച്ഛൻ ഉപേക്ഷിച്ച കുടുംബത്തിലെ അംഗമാണ് റോവൽ സിംഗ്. അമ്മയുടെ അമ്മ, ഏറ്റവും പ്രായം ചെന്ന ആ അമ്മൂമ്മ കാഴ്ചയില്ലാതെ ഘട്ടത്തിലാണ് മരണപ്പെട്ടു പോയത്. കൃത്യമായ ചികിത്സ നൽകുവാൻ കഴിയാതിരുന്നതിൻ്റെ പേരിൽ അമ്മൂമ്മയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി എല്ലാ മാസവും ഞായറാഴ്ച അവസാനത്തെ ഞായറാഴ്ച തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുമായി ചേർന്നുകൊണ്ട് റോവൽ സിംഗ് ഒരു സൗജന്യ നേത്രചികിത്സ ക്യാമ്പ് നടത്തുന്നു. ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ കൊട്ടാരക്കരക്കാരനാണ്. ഞാൻ കേരളകൗമുദി പത്രത്തിൻ്റെ കൊല്ലം ബ്യൂറോയിലെ റിപ്പോർട്ടറാണ്. നല്ല തിരക്ക് പിടിച്ചൊരു ദിവസത്തിൽ ഇവിടെ നിന്ന് 3 മണിക്ക് ശേഷം എത്താറായില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ, നല്ല തിരക്ക് നിൽക്കുകയാണെന്ന് വന്നേ പറ്റത്തുള്ളൂ എന്ന് നിർബന്ധിച്ചതിൻ്റെ പേരിൽ അവിടെ നിന്ന് ഓടിപ്പിടച്ച് വരികയാണ്. ഇങ്ങനെ ഓടി വരുന്നത് ഇവിടെ നടത്തുന്ന പുണ്യപ്രവർത്തനങ്ങൾ മുഴുവൻ നേരിട്ട് ബോധ്യപ്പെടാൻ കഴിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്. ഈ നേത്ര ചികിത്സാ ക്യാമ്പിൽ ഓരോ മാസവും പങ്കെടുക്കുന്നത് 700, 800, 1000, 1200 ആളുകളാണ്. മറ്റു ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ആ ക്യാമ്പിലേക്ക് എത്തുവാൻ തുടങ്ങി. അത്രത്തോളം വിശ്വാസ്യത
റിവേഴ്സിംഗിൽ അവർ അർപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന തിരുനെൽവേലിയിൽ കൊണ്ടുപോയി ഒരു മാസത്തിൽ 200-300 പേരെ തിമിര ശസ്ത്രക്രിയ നടത്താനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ നിന്നും കൊണ്ടുപോയി അരവിന്ദ് കണ്ണാശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തി ഇവിടെ തിരികെ കൊണ്ടുവരുന്നവരെയുള്ള ആഹാരം ഉൾപ്പെടെ മുഴുവൻ ചെലവുകളും റിവേഴ്സിംഗിന് നേതൃത്വം നടത്തി വരികയാണ്. പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു അലമാര സ്ഥാപിച്ചിട്ട് അതിൽ പുതിയ വസ്ത്രങ്ങൾ നിറച്ചു വയ്ക്കുന്നു. ആ വസ്ത്രങ്ങളിൽ അപകടത്തിൽ പരിക്കേറ്റ് ആരവിടെ എത്തിയാലും അവർക്ക് ആ അലമാര തുറന്ന് പുതിയ വസ്ത്രങ്ങൾ എടുക്കാം, സൗജന്യമായി എടുക്കാം. തീരുന്ന മുറയ്ക്ക് റിവേഴ്സിംഗ് അവിടെ പുതിയ വസ്ത്രങ്ങൾ നിറച്ചു വെച്ചുകൊണ്ടേയിരിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി അങ്ങനെ തുടങ്ങി ഒട്ടനവധിയായ സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോഴാണ് മറ്റൊരു അഭയകേന്ദ്രവുമായി ചേർന്ന് അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ അവസരമുണ്ടായത്. അവിടെ പ്രവർത്തിച്ചപ്പോഴാണ് മനസ്സിലായത് എല്ലാം നല്ല വഴിയിൽ മാത്രം പോകുന്നതല്ല, നല്ല വഴിയിൽ, നേരായ വഴിയിൽ നമുക്കൊരു അഭയകേന്ദ്രം തുടങ്ങണം, ഇവരിൽ നിന്നും മറ്റൊരു ലാഭവും പ്രതീക്ഷിക്കാതെ അങ്ങനൊരു സംരംഭം തുടങ്ങണം എന്നുള്ള ആ ചിന്തയാണ് ഇത്തരമൊരു അഭയകേന്ദ്രത്തിലേക്ക് എത്തിയത്. ഇതെത്തി ഇത്രയും പ്രവർത്തനമായപ്പോഴേക്കും പലവിധ കോണുകളിൽ നിന്നുള്ള ഇടപെടലുകൾ ശക്തമായി വന്നു, എതിരായും ഒക്കെ വന്നു. എന്നാൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു നോട്ടീസ് വന്നതാണ് റിവേഴ്സിംഗിനെ ഏറ്റവും വിഷമിപ്പിച്ചത്. അത് നിയമപരമായി തന്നെയുള്ള നോട്ടീസാണ്. അച്ഛന്മാരും അമ്മമാരും ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയാൻ പറ്റത്തില്ല എന്നതാണ് ഒരു വ്യവസ്ഥ. ഒരു വീട്ടിൽ ഒരു കെട്ടിടത്തിനകത്ത് പറ്റില്ല, 2 നിലയായാൽ പോലും പറ്റില്ല എന്നൊരു വ്യവസ്ഥ വന്നപ്പോഴേക്കും പുതിയ കെട്ടിടം നിർമ്മിക്കേണ്ടതായി സാഹചര്യം ഉണ്ടായി. റിവേഴ്സിംഗ് കടം വാങ്ങി സ്വന്തം കിടപ്പാടം, മറ്റൊരു വീട് കൂടിയുണ്ട്, അത് ബാങ്കിൽ പണയം വെച്ച് കിട്ടിയ തുക കൊണ്ട് അല്പം വസ്തു വാങ്ങി ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ 40 പേരാണ് അദ്ദേഹത്തിന് സുമനസ്സുകളായി എത്തിയിട്ട് 2 ലക്ഷം രൂപ വീതം കൊടുത്തത്. ഞങ്ങൾ ഓരോ മുറി വീതം സ്പോൺസർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ 2 നിലയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 5 നില ആണ് ഭാവന. ആ ഭാവന അനുസരിച്ചുള്ള പൂർത്തീകരണം ഉടൻ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇനി ഒരു ലിഫ്റ്റ് കൂടി അദ്ദേഹത്തിന് വെക്കാനുണ്ട്. ലിഫ്റ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. 2 നിലയ്ക്ക് മനോഹരമായ കെട്ടിടം പൂർത്തിയായി അവിടെ ഒന്നുകിൽ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ താമസിക്കാം. അപ്പോഴും 2-ൽ ഒരു വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് ഇനിയും നിർമ്മിക്കേണ്ടതായി വരുന്നു. അതിന് ചേർന്ന് നിൽക്കുന്ന വസ്തുവൊക്കെ വിൽക്കാൻ കിടക്കുമ്പോഴും അതൊന്നും വാങ്ങിക്കൂട്ടുവാനുള്ള പാങ്ങില്ലാതെ പെണ്ണുമുളയുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വിളിക്കുമ്പോൾ ഓടിയെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. കൊട്ടിയം കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ സുമൻ, ഡോക്ടർ ഗംഗാധരൻ പിള്ള, ഡോക്ടർ ശ്രീദേവി, ഡോക്ടർ പ്രീതി, സമുദ്രതീരം കൂട്ടുകുടുംബം അംഗം കൂടിയായ ഡോക്ടർ ആർ ജയചന്ദ്രൻ തുടങ്ങിയവർക്ക് ഡോക്ടേഴ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡോക്ടർ സാജൻ മാത്യൂസ് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് സമർപ്പിച്ചു. എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 കാര്യങ്ങൾ ബോധ്യമായി. ഒന്ന്, സമൂഹ സേവനം ചെയ്യാൻ ഡോക്ടറാവേണ്ട കാര്യമില്ല, റിവേഴ്സിംഗിനെ പോലെ ആയാൽ മതി. അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു വസ്തുത ഇവിടെ വന്നപ്പോൾ. കാരണം ഞാനിവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അപ്പോൾ ചോദിച്ചപ്പോൾ ഒറ്റയാൾ പട്ടാളമാണ്, ഒറ്റയ്ക്കാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്, ഇതിൻ്റെ ഊർജ്ജം എന്താണെന്ന്. പിന്നീട് നമ്മുടെ ജേർണലിസ്റ്റ് വിശദീകരിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ നമ്മൾ മുറുകെ പിടിക്കുന്ന മൂല്യമാണ് പ്രധാനം, എന്താകുന്നു എന്നുള്ളതല്ല എന്നെനിക്കിപ്പോൾ മനസ്സിലായി. വളരെ അവിചാരിതമായിട്ടെങ്കിലും ഇത്തരം ഒരു സ്ഥാപനത്തിൽ ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഡേ തന്നെ വരുവാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അക്കാര്യത്തിൽ ഞങ്ങളെ ഈ സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ ഇവിടെ ആശംസ പ്രസംഗിച്ച ആൾ സൂചിച്ചപോലെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഇത്തരം പ്രസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിൽ കൂണുപോലെ വളർന്നു വരികയാണ്. അതിൻ്റെ പുറകിലുള്ള ലക്ഷ്യങ്ങളൊന്നും നമുക്കറിയില്ല, എങ്കിലും വളരെ സുതാര്യമായി സത്യസന്ധമായി വളർന്നു വരുന്ന പ്രസ്ഥാനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാര്യം നമ്മുടെ സാമൂഹിക വ്യവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ നമ്മൾ കൈയച്ച് സഹായിക്കാൻ വേണമെന്ന് ഞാൻ എല്ലാവരോടും വന്നിരുന്ന നമ്മുടെ അതിഥികളൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിക്കൊണ്ട് നന്ദി, നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഡോക്ടർമാരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും കാണുകയും ഇടപഴകുകയും ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി കാണാതിരിക്കാൻ വഴിയില്ല. ഏത് വൈദ്യശാസ്ത്രമായാലും അതിൻ്റെ എല്ലാം പരമപ്രധാനമായ അടിസ്ഥാനം സൃഷ്ടിക്കപ്പെട്ടതിനെ നിലനിർത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ്. ഏത് വൈദ്യശാസ്ത്രവും അതുതന്നെയാണ്. ആ നിലയിൽ നോക്കുമ്പോൾ ഡോക്ടർമാരെല്ലാം ദൈവത്തിന് തുല്യമായി കാണുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാം കഴിഞ്ഞു പോകുന്നത്. പക്ഷേ എനിക്കുള്ള ഒരു ആശങ്ക, നിലവിൽ ഈ വൈദ്യശാസ്ത്ര രംഗം ഏതു തന്നെയായാലും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ എന്തുമാത്രം ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ ആശങ്കയോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ
ഒരുപാട് പ്രതീക്ഷകളൊന്നും അവരിൽ എനിക്കില്ല. പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഇന്ന് കാണുന്നത് പോലെ ഒത്തിരി ഡോക്ടർമാരൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അവരൊക്കെ എന്താ പറയുക, കൈപുണ്യമുള്ള ഡോക്ടർമാരെന്നാണ് ഡോക്ടർ ചിരി, കൈപുണ്യമുള്ളവരായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ കൈപുണ്യത്തിലൊരു സ്നേഹത്തിൻ്റെ അംശമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സ്നേഹമില്ലായ്മയാണ് ഇന്ന് പലയിടത്തും പല പല വിഷയങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പല പരാതികൾക്കിടയാകുന്നത്, പല മനുഷ്യന്മാരുടെ മനസ്സ് മനസ്സിലാക്കുന്ന മനുഷ്യത്വമുള്ള ഡോക്ടർമാർക്ക് വിനയായിത്തീരുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടല്ല, ചില ഭരണത്തിൻ്റെ കൂടെ കുഴപ്പങ്ങൾ അതിനകത്ത് ഉണ്ട്. അതൊക്കെ പരിഹരിച്ച് പോകാൻ കൂടി ഉള്ള ചിന്ത ഈ ദിനത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതിനുള്ള എല്ലാവിധ നന്ദിയും അതിനുള്ള കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം ഡോക്ടർ സാജൻ മാത്യൂസിന് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് സമർപ്പിച്ചു. പ്രണവം, ഷീല മധു, സന്തോഷ് പാരിപ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. സമുദ്രതീരം PRO ശശിധരൻ പിള്ള നന്ദി പറഞ്ഞു.